നിലമ്പൂരിൽ PV അൻവറിന്റെ ഒരു പത്രിക തള്ളി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നൽകിയ പത്രികയാണ് തള്ളിയത്. ഇതോടെ അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വരും. ശിവദാസ് കർമ്മനം ചേരുകയാണ് വിവരങ്ങളുമായി. ശിവദാസ്, എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി ഈ പത്രിക തള്ളിയിരിക്കുന്നത്? TMCയുടെ PV അൻവർ 2 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് സമർപ്പിച്ചിരുന്നത്. ഇന്ന് ആയിരുന്നു സൂക്ഷ്മ പരിശോധന. ഇന്നലെയാണ് PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. അല്പസമയം മുൻപാണ് ഈ പത്രികയുടെ പരിശോധന ഉണ്ടായിരുന്നത്. പത്രികയിലെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഒരു സെറ്റ് പത്രിക തള്ളിയിരിക്കുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അതേസമയം PV അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കാൻ കഴിയും. കാരണം 2 സെറ്റ് പത്രികയിൽ ഒന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായും മറ്റൊന്ന് സ്വതന്ത്രനായും മത്സരിക്കുന്ന തരത്തിലുള്ള നാമനിർദ്ദേശ പത്രികകളായിരുന്നു. അതിൽ ഒന്ന് ഓട്ടോറിക്ഷ ചിഹ്നമാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് സ്വതന്ത്രനായി മത്സരിക്കുമ്പോഴാണ് ഓട്ടോറിക്ഷ ചിഹ്നം മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേരത്തെയും അൻവർ പറഞ്ഞിരുന്നത് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനാണ് തനിക്ക് ആഗ്രഹം എന്ന് നേരത്തെ PV അൻവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നൽകിയിരിക്കുന്ന പത്രിക ഇപ്പോൾ അല്പസമയം മുമ്പ് തള്ളിയിരിക്കുന്നു. അതിൽ ചില തെറ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ആ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. എന്തായാലും PV അൻവറിന് പക്ഷേ മത്സരിക്കാൻ കഴിയും. സ്വതന്ത്രനായി മത്സര രംഗത്ത് ഉണ്ടാകും. ഇനി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി ജൂൺ 5-നാണ്. അതിനുള്ളിൽ അദ്ദേഹം പിൻവലിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം അദ്ദേഹം UDF പ്രവേശനത്തിന് വേണ്ടിയുള്ള വിലപേശലും അതോടൊപ്പം തന്നെ ചർച്ചകളും രഹസ്യമായും പരസ്യമായുമുള്ള ചർച്ചകളെല്ലാം തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് കൂടിയാണ് അൻവർ നാമനിർദ്ദേശ പത്രിക ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം LDF വിട്ട PV അൻവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി UDF പ്രവേശനത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു. പക്ഷേ UDF പ്രവേശനത്തിൽ നിരവധി നേതാക്കൾ PV അൻവറിനൊപ്പം നിൽക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട നേതാക്കൾ അൻവറിന് എതിരായി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അൻവറിന്റെ പ്രവേശനത്തിന് വിലങ്ങു തടിയായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇവരെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം അണിയറയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. K സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ഒരു നീക്കവുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം PV അൻവർ കൂടി ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ UDFിലെ വോട്ടുകൾ വിഘടിക്കും എന്നൊരു ഭയം UDFിനുണ്ട്. അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമായും PV അൻവറിനെതിരെ നിൽക്കുന്ന UDFിലെ നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം ഈ നിമിഷങ്ങളിലും നടക്കുന്നത്. എന്തായാലും ജൂൺ 5 വരെ ആണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതിനുള്ളിൽ PV അൻവർ പിൻവലിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അൻവറിന് സ്വതന്ത്രനായി ഇപ്പോൾ അതിന് എത്രത്തോളം സാധ്യതയുണ്ട് ശിവദാസ്? UDF പ്രവേശന വാതിൽ അടഞ്ഞ ശേഷം അൻവർ ഇപ്പോൾ മത്സരിക്കും, ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്ന് 2 ദിവസം വലിയ ചർച്ചയായിരുന്നു. പിന്നീട് പ്രഖ്യാപിക്കാൻ ഒരു വിമുഖത അൻവർ കാണിച്ചത് തൻ്റെ കയ്യിൽ പൈസയില്ല, നയാ പൈസയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ. ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അനുമതി ലഭിച്ച ശേഷമല്ലേ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ ഉണ്ട് എന്ന് പറഞ്ഞത്. 2 സെറ്റ് പത്രിക സമർപ്പിക്കുന്നു. തീർച്ചയായും അൻവറിന് ഈ പത്രികയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ പത്രിക സമർപ്പിക്കുമ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളും കൂടെയല്ലേ? തീർച്ചയായും കഴിഞ്ഞ 2 തവണയും PV അൻവർ തന്നെയായിരുന്നു നിലമ്പൂരിലെ നിയമസഭാ സാമാജികൻ, നിലമ്പൂരിലെ MLA ആയി കഴിഞ്ഞ 2 തവണ അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് PV അൻവർ. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ അല്പസമയം മുൻപ് തള്ളിയിരിക്കുന്നു. പക്ഷേ ഒരു 2 സെറ്റ് നൽകിയതിൽ ഒരു സെറ്റ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ മറ്റ് ഇത്തരത്തിലുള്ള തെറ്റുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വതന്ത്രനായി അൻവറിനെ മത്സരിക്കാം. പക്ഷേ ഇങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ തന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ ഇല്ലാതാകുമോ എന്നൊരു ഭയം PV അൻവറിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PV അൻവർ ഇപ്പോഴും മുസ്ലിം ലീഗ് വഴിയും മറ്റ് സമുദായ സംഘടനാ നേതാക്കൾ വഴിയും ഇപ്പോഴും UDF പ്രവേശനത്തിന് വേണ്ടി രഹസ്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നത് താൻ ഇനി UDFിലേക്ക് ഇല്ല എന്ന് പറയുന്നു. കാരണം തന്റെ മുന്നിൽ അടച്ച വാതിലാണ്, അതുകൊണ്ട് തന്നെ ഇനി താൻ തള്ളി തുറക്കാൻ പോകുന്നില്ല എന്ന് പരസ്യമായി PV അൻവർ പറയുമ്പോഴും തന്റെ രാഷ്ട്രീയ ഭാവി ഒരുപക്ഷെ ഈ മത്സരിക്കുമ്പോൾ അത് ഇനി ഇല്ലാതാകുമോ എന്നൊരു ഭയവും ആശങ്കയും PV അൻവറിനുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായി തന്നെ ഒരു ബോധ്യവും PV അൻവറിനുണ്ട്. കാരണം PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും വളരെ കാര്യമായി വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിയും. ആ ബോധ്യം തന്നെ കൃത്യമായി PV അൻവറിനുണ്ട്. കഴിഞ്ഞ 2 തവണയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി, അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്
പി വി അൻവർ മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ CPM മറ്റ് ഇടത് സ്വതന്ത്ര അംഗങ്ങളും ഇടത് ഘടകകക്ഷി അംഗങ്ങളെല്ലാം തന്നെ കൃത്യമായി ചട്ടക്കൂടിൽ നിന്ന് കൃത്യമായ ഒരു പ്രവർത്തനം നടത്തിയത് കൊണ്ട് തന്നെയാണ് പി വി അൻവറിന് കഴിഞ്ഞ 2 തവണയും വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ആ ഒരു ബലം പി വി അൻവറിന് ലഭിക്കില്ല. ഇത് കൃത്യമായി തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് UDF പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ചരടുവലി ഇപ്പോഴും പി വി അൻവർ തുടരുന്നത്. കാരണം UDFൽ ചില ആളുകൾ മാത്രമാണ് പി വി അൻവറിന് എതിരായി നിൽക്കുന്നത്. ആ എതിരായി നിൽക്കുന്ന ആളുകളെ കൂടി ബോധ്യപ്പെടുത്തിയും UDF പ്രവേശനത്തിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനു, ശിവദാസ്, ഈ പത്രിക പുനഃപരിശോധിക്കാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോടൊപ്പം തന്നെ അൻവർ ഇതിനൊരു വിശദീകരണം സ്വാഭാവികമായും നൽകേണ്ടതല്ലേ? കാരണം TMCയുടെ അനുമതി പ്രത്യേകമായി വാങ്ങി ഇങ്ങനെ മത്സര രംഗത്തേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ കൂടി. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ പി വി അൻവർ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. കാരണം UDF പ്രവേശനത്തിലുള്ള എല്ലാ വാതിലുകളും അടച്ച സ്ഥിതിക്ക് ഇപ്പോഴും അല്പസമയം മുൻപും VD സതീശൻ പറഞ്ഞത് ഇനി പി വി അൻവറിന്റെ വിഷയത്തിൽ ഇനി ഒരു തരത്തിലുമുള്ള ചർച്ചയില്ല, അത് അടഞ്ഞ അധ്യായം തന്നെയാണ് എന്ന് അല്പസമയം മുൻപും VD സതീശൻ പറഞ്ഞിരുന്നു. കാരണം ഹൈക്കമാൻഡ് അടക്കം VD സതീശനെയാണ് ഇക്കാര്യത്തിൽ ചർച്ച നടത്താനും ഇതിൽ കൃത്യമായ തീരുമാനം എടുക്കാനും ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ VD സതീശൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി അൻവറിന്റെ മുൻപിൽ അൻവറിനെ കുറിച്ചുള്ള വിഷയത്തിൽ ഒരു ചർച്ചയും ഇല്ല, അത് അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് UDFന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉള്ളത്. ശരി, ശിവദാസ് കന്മൻവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.